സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിവേറെ സമയങ്ങൾ മുന്നോട്ട് ആവുകയാണ്. നോയമ്പ് തുടങ്ങുന്നത് വളരെ അടുത്ത ദിവസമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദിവസങ്ങൾ വളരെ വേഗം പോവുകയാണ്. ഈ 40 ദിവസവും പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവിൻ്റെ അനുഭവ പ്രവർത്തനങ്ങളിൽ വിവിധ സംഭവങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് സഭ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആ സംഭവങ്ങൾ പലതും നമ്മുടെ കുറവുകൾ, നമ്മുടെ പരാധീനതകൾ, നമ്മുടെ ബലഹീനതകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ കുറവുകളെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട വിധത്തിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. കാനാനിൽ വെറും വെള്ളത്തെ നേർത്തരം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുന്നു. കുഷ്ഠരോഗി ശരീരം മുഴുവനും കുഷ്ഠം നിറഞ്ഞ മനുഷ്യനെ പൂർണ്ണ സൗഖ്യമുള്ളവരാക്കി മാറ്റുകയാണ്. പൂർവാദരോഗി അതുപോലെ തന്നെയാണ്. മറ്റുള്ളവരാൽ വഹിക്കപ്പെട്ടു വന്നവൻ അവനെ വഹിച്ച കഠിനപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ സൗഖ്യത്തോടെ പോവുകയാണ്. ഒട്ടും നിലവാൻ ഓർമ്മയില്ലാത്ത ഭൂമിയായ സ്ത്രീ അവൾ ആവശ്യപ്പെടാതെ തന്നെ അവളെ നേരെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവളെ അതിന് ശക്തിപ്പെടുത്തുകയാണ്. ജന്മനാഥനായവന് കാഴ്ച നൽകുന്ന സംഭവം വായിച്ച് 40 ദിവസം കഴിയുകയാണ്. അതിന്റെ മധ്യത്തിലാണ് നാനായകാരിയായ സ്ത്രീ അവളുടെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്നു. മറ്റെല്ലാ ബന്ധങ്ങളിൽ വ്യത്യസ്തപ്പെട്ട് സ്വന്തം മകൾക്ക് വേണ്ടി അപേക്ഷ നടത്തുകയാണ്. ദൈവസന്നിധിയിൽ 10 തലമുറയ്ക്ക് അപ്പുറത്തെ അനാന്യർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള വഴി നീങ്ങുന്നു. അങ്ങനെ പ്രവേശിക്കുവാൻ അധികാരമില്ലാത്ത സ്ഥലത്ത് അവൾ ധൈര്യമായി പ്രവേശിച്ച് അവളെ അപമാനിക്കുകയും അവളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്ത ഭർത്താവിന്റെ സന്നിധിയിൽ അവളുടെ അപേക്ഷ മുൻപായി സമർപ്പിച്ച് പൂർണ്ണമായ ഉത്തരം നേടി അവളോടും മകളും സൗഖ്യമാകുന്ന സംഭവമാണ് ഇന്ന് നാം വായിച്ചു വരുന്നത്. പ്രജാതിയുടെ അടുത്തേക്ക് അയച്ചിട്ടില്ല, മക്കളുടെ അപ്പുറത്ത് നായ്ക്കുട്ടിയോട് കൊടുക്കുന്നത് വിഹിതമല്ല എന്നൊക്കെ കരുഷമായ ഭാഷയിൽ സംസാരിച്ചെങ്കിലും അവളുടെ വിശ്വാസം ദൈവത്തെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു സംഭവമാണ്. രണ്ടാമതൊന്നും ചോദിക്കാതെ തന്നെ ആ മാതൃകയിൽ കഴിഞ്ഞ അവളുടെ മകൾ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നു. അവിടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ പരിപൂർണമായ ഒരു രൂപാന്തരവും പരിപൂർണമായ ഒരു വ്യതിയാനം സംഭവിക്കുന്ന വലിയ സംഭവങ്ങൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പരാധീനതകളൊക്കെ ദൈവം സൗഖ്യമാണ്. എന്നാൽ ഈ വായന ഭാഗങ്ങളെല്ലാം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊന്നും സൂചനയില്ല. യേശു ഒരു ക്യാൻസർ രോഗിയെ സൗഖ്യമാക്കുന്നതോ, യേശു ഒരു കിഡ്നി പേഷ്യന്റിനെ സൗഖ്യമാക്കുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഇന്ന് അറിയപ്പെടുന്ന രോഗങ്ങളൊന്നും സൗഖ്യമാക്കുന്നതായി നാം വായിക്കുന്നു. കുഷ്ഠരോഗി, ഉളർവാദ രോഗി, മുടന്തൻ, കുമിനി, ഇതുപോലെ ബാഹ്യമായ ഇൻഫോർമേറ്റീവ്സ് ഒക്കെയാണ് സൗഖ്യമാക്കുന്നവരുടെ രംഗങ്ങൾ കാണുന്നത്. കുഷ്ഠരോഗികളും മുടന്തരും മന്ദനും ഒക്കെ സൗഖ്യമായതായി. എന്നാൽ ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന രോഗങ്ങളൊക്കെ അകത്താണ്, ശരീരത്തിനകത്താണ്. രോഗം വഹിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാൻസർ വരുന്നു, കിഡ്നി അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആകുന്നു, അല്ലെങ്കിൽ അത് വിധത്തിലുള്ള ആന്തരിക അവയവങ്ങളെല്ലാം ബലഹീനമാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ആളുകൾ ആരോഗ്യമുള്ളവരായാലും അവർ പ്രകൃതിയോട് അനുരൂപം
ചുറ്റുപാടുകളുമെല്ലാം നമ്മെ രോഗഗ്രസ്തമാക്കുന്നു എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ സഭ ഈ പ്രാവശ്യത്തിൽ നോയമ്പ് ഹരിത നോയമ്പായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രകൃതിയുമായി ഇടപഴകി പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്ന ഒരുപാട് പേർ പട്ടിയെ കണ്ടിട്ടുള്ള പട്ടി വലിയൊരു ആശുപത്രി തുടങ്ങിയിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഓടി നടത്തുന്ന പട്ടിയുടെ കാല് ഒരിക്കലും നീര് വന്നതായി കാണാറില്ല. അതിൻ്റെ ആരോഗ്യമൊന്നും കേടുവരുന്നതായി കാണുന്നില്ല. മനുഷ്യൻ വളർത്തുന്നതല്ല, പ്രകൃതിയിൽ വളരുന്നു. കാരണം അതിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് യോഗ്യമായത് മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ. ആ ഭക്ഷണത്തിൻ്റെ സമയമുണ്ട്. അതിനപ്പുറത്തോട്ട് എന്ത് കിട്ടിയാലും ഭക്ഷിക്കുകയില്ല. അതിലെ ഓരോ അവയവങ്ങളും അത് ഭംഗിയായി വീഴും. ജീവിതകാലം മുഴുവൻ ഓടി നടക്കുന്ന കാലുകൾ അത് മരിക്കുന്ന സമയവും വളരെ മനോഹരമായി. എന്നാൽ വളരെ സ്വസ്ഥതയോടെ ജീവിക്കുന്ന നമ്മൾ അല്പസമയം നിന്ന് കഴിഞ്ഞാൽ കാലം വീഴും. എവിടെങ്കിലും കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മുടെ അവയവങ്ങളെ നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നു. പ്രകൃതിയുടെ അതിജീവന കാര്യങ്ങൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മണ്ണിലിറങ്ങി മണ്ണുമായി ബന്ധപ്പെടുവാനായിട്ട് പരിശീലിപ്പിക്കാത്തതുകൊണ്ട് വളരെയേറെ ദുരന്തങ്ങൾക്ക് കാരണമായി തീരുകയാണ്. നമ്മുടെ എല്ലാം കയ്യിലുള്ളത് മൊബൈൽ. ഓരോന്നും നോക്കിയാൽ അറിയിക്കുന്ന മാറ്റി അതിൻ്റെ പുറത്തെ ചൂടെല്ലാം പോയിരിക്കുകയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ കൂട്ടാളി ഈ മൊബൈലാണ്. മൊബൈലിലൂടെ എവിടെല്ലാം പോകുന്നു, എന്തെല്ലാം കാണുന്നു എന്ന് അറിയാൻ പാടില്ല. അതെല്ലാം നിർജീവമായ സൗഹൃദങ്ങളാണ്. ഒരുപാട് ഫ്രണ്ട്സുണ്ട്, പക്ഷേ കാര്യത്തിന് അവരെ ആരെയും ഉപയോഗിക്കുവാനായിട്ട് ഇടയാവുകയില്ല. ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ചെറിയ പട്ടിയോ പൂച്ചയോ കൊടുത്താൽ അതിൻ്റെ സ്നേഹം കാണുമ്പോൾ ആ സ്നേഹമുള്ളവരായി നമ്മൾ വളരും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് കാണിക്കുന്ന സ്നേഹം അവരെ സ്നേഹമുള്ളവരാണ്. ചെറിയ ചെടി നട്ട് അത് പൂത്ത് കായുണ്ടാകുമ്പോൾ പൂവുണ്ടാകുമ്പോൾ ഞാൻ നട്ടത് റെഡിയാണ്, അത് അലങ്കാരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ നല്ല അനുഗ്രഹകരമായ വികാരങ്ങൾ, സ്നേഹങ്ങൾ ഉടലെടുക്കും. ചൂടെ പ്രായമോ വലിയ വാങ്ങിച്ചു നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ എല്ലാം കുഞ്ഞുങ്ങളെ മാറ്റി അവർക്ക് വേണ്ടതായതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. എന്നാലും അതിലൂടെ ചതിക്കുട്ടികളിലേക്ക് വീഴുന്ന നിർജീവമായ ഉപകരണം ഏറ്റവും അത്യന്താധുനികമായ വാങ്ങി കൊടുത്ത് അവരെ മനുഷ്യത്വമില്ലാത്തവരാക്കി തീർക്കുകയാണ്. മാതാപിതാക്കളോട് പോലും കരുണ കാണിക്കാത്തവരായി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരായി, മാതാപിതാക്കളുടെ നെടുവീർപ്പുകൾ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരായി പുതിയ തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് ഇന്ന് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു അമ്മ എൻ്റെ മകളെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾ സൂക്ഷിക്കുന്ന വിധിയാണ് മക്കളുടെ നിക്ഷേപം. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന റബ്ബർ തോട്ടമോ ബാങ്ക് ബാലൻസോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന നിക്ഷേപങ്ങളാണ്. അത് അപകടപ്പെടുന്ന നിക്ഷേപങ്ങളാണ്. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പല നിക്ഷേപങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ അപകടകരമാക്കുന്നതാണ്. എന്നാൽ നശിച്ചു പോകാത്ത നിക്ഷേപം അത് നാം ആർജിക്കുമ്പോൾ പിൻതലമുറ അതിലേക്ക് സന്തോഷിക്കും. ഒരിക്കൽ സച്ചിൻ തെണ്ടുൽക്കർ, ക്രിക്കറ്റിന്റെ ഇതിഹാസമായ സച്ചിൻ, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ലോകത്തിലെ ശ്രേഷ്ഠരായ ആളുകൾക്ക് സമ്മാനങ്ങളെല്ലാം കാണിക്കുകയാണ്. ആ പിതാവ് അദ്ദേഹത്തിന്റെ അവസാന ഒരുപാട് പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. മാതാപിതാക്കളെ സഹായിച്ചിട്ടുള്ള
അതിന് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളെല്ലാം കാണിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, മോനെ, നഷ്ടപ്പെട്ടു പോകാത്ത നിശ്ചയം ഉണ്ടാക്കാൻ നീ ശ്രദ്ധിക്കണം. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഇത് തന്നെ അപകടപ്പെടുത്തുന്നതാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്ത നിശ്ചയം നീ സമ്പാദിക്കുമ്പോൾ അത് പിൻതലമുറയ്ക്ക് അനുഗ്രഹമാണ്. അപ്പോൾ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മളെല്ലാം ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആർജിച്ച് വാരിക്കൂട്ടുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കുവാൻ, അത് അനുഗ്രഹമായി ഉപയോഗിക്കുവാൻ പിൻതലമുറ ഇല്ലാതായിരിക്കുന്നതാണ്. അതുകൊണ്ട് തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മാതാപിതാക്കൾ, ദൈവസന്നിധിയിൽ കണ്ണീർ ഒഴുക്കുന്ന മാതാപിതാക്കൾ, ആ കണ്ണീരിന്റെ വില മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് വളരുന്നവരായിരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബ്ലസ്സഡ് വന്ന ഒരു ചെറിയ വിവരണം, ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ജീൻ ടോം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 3 മക്കളായി. ആദ്യത്തെ 2 ആൺപിള്ളേരും ഏറ്റവും ഇളയ പെൺകുട്ടി. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മക്കളെ 3 പേരെയും വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, എൻ്റെ ജീവിതമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്, അധികം കാലം ഞാൻ ജീവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്ന വഴികളോട് നിങ്ങൾ സഞ്ചരിക്കണം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് ഒരു ഉപദേശിച്ചു. ആൺപിള്ളേരുടെ പ്രായമുള്ളതായതുകൊണ്ട് ഒരു മറുപടിയൊന്നും പറഞ്ഞു. എന്നാൽ ഇളയ തീരെ പ്രായക്കുറവായതുകൊണ്ട് അല്പം ധൈര്യത്തോടുകൂടി അവർ പിതാവിനോട് പറഞ്ഞു, അപ്പൊ നമ്മളിപ്പോഴും ഒരു വാടക വീടില്ല താമസം, ചുറ്റുപാടുകളൊക്കെ നോക്കി എപ്പോഴും വീടുകളൊക്കെ റെന്റഡ് ഹൗസ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മാതൃക പിന്തുടരേണ്ടത് എന്ന് പറയുന്നത് എന്നവർ ചോദിച്ചു. പിതാവ് അവനെ നോക്കി തിരിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ പിതാവ് ലോകം പോയിട്ട് കടന്നുപോയി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ചോദ്യം ചോദിച്ച നമ്മൾ ഒരു വലിയ കമ്പനിയിൽ ഒരു ചെറിയ ജോലിക്കായി ഇന്റർവ്യൂവിന് വരികയാണ്. ഇന്റർവ്യൂ ബോർഡിൽ പ്രധാനപ്പെട്ട ആള് ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫാദർ? അവിടെ പറഞ്ഞു, ജീൻ ടോം. അപ്പോൾ അദ്ദേഹത്തിന് അനുഭവമായി, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അദ്ദേഹമാണ് എന്നെ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പിന്നെ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. ബോർഡ് അദ്ദേഹം മരിച്ചുപോയി. പെട്ടെന്ന് നസീവായിരിക്കുന്ന കമ്പനിയുടെ മേധാവി അവരോട് പറഞ്ഞു, ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞ് ആ ചെറിയ ജോലികളോട് പ്രവേശിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന് ആ കമ്പനിയുടെ തലപ്പത്ത് അവരെത്തി. പത്രക്കാരെല്ലാവരും അവളെ സ്വീകരിക്കുവാനും അവളുടെ കഥ അല്ലെങ്കിൽ അവളുടെ ജീവിതം ലോകത്തോട് അറിയിക്കുവാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടന്നു. അവളോട് ചോദിച്ചു, what is the magic behind this trip ascent into the head of this company? ഈ കമ്പനിയുടെ തലപ്പത്തേക്ക് ഉയരുവാൻ തക്കവണ്ണം നീ എങ്ങനെയാണ്, എന്ത് മാജിക്കാണ് കാണിച്ചത്? അത് വലുതായി പറയുകയാണ്, it is all because of my father. I never realized what he has invested for me. എനിക്ക് വേണ്ടി അദ്ദേഹം സമ്പാദിച്ചതെന്താണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. But now I realize what he has invested for me. എനിക്ക് വേണ്ടി സമ്പാദിച്ചതെന്താണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുവെന്ന് അവൾ നെടുവീർപ്പോടെ സങ്കടത്തോടെ വലിയവായി കരഞ്ഞോട് പറഞ്ഞത് അന്ന് വലിയ വാർത്തയായി. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ സമ്പാദിക്കുന്നത് സൽപ്രവൃത്തികളാണ്, സൽപ്രവൃത്തികളാകുന്ന സമ്പത്താണ്. ശുശ്രൂഷയില് നമ്മൾ വായിക്കുന്നുണ്ട്, സൽപ്രവൃത്തികളും സൽപ്രവർത്തനങ്ങളുമാകുന്ന സമ്പാദ്യം അത് സ്വർണ്ണവും വെള്ളിയൊക്കെ കൊടുക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നു. ആ സമ്പാദ്യമുള്ളവരായിരിക്കും. ഇവിടെ ഒരു അമ്മ എല്ലാ പ്രതിബന്ധങ്ങളെയും അവർക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്ത മേഖലയിൽ, അപകടകരമായ ഒരു മേഖലയിൽ കടന്നു വരാൻ സാധ്യമാകാത്ത വന്നാൽ കല്ലെറിഞ്ഞുകൊള്ളുകയാണ്. ദേവാലയത്തിൽ പ്രജാതിക്കാരെ പ്രവേശിച്ചാൽ അന്നത്തെ നിയമങ്ങൾ
ദൈവസന്നിധിയിലേക്ക് വരുവാൻ നിയമം കൊണ്ട് സാധ്യതയില്ലാത്ത അപകടകരമായ മേഖലയിൽ കടന്ന് അപമാനങ്ങളൊക്കെ സഹിച്ച് അവരുടെ മകളെ സൗഖ്യമാക്കുവാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ആ അമ്മ ഇന്നത്തെ ലോകത്തിന്റെ പ്രതീകമാണ്. കഷ്ടപ്പെട്ട് മക്കളെ പഠിക്കുവാൻ സ്കൂളുകളിലേക്കൊക്കെ അയച്ച പണ്ട് കുട്ടികളാകുന്നു പ്രാർത്ഥിച്ചിരുന്നത് ദുഷ്ടസംസർഗം വരാതെയാകണം. എന്നാൽ ഇന്ന് വീട്ടിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഏത് രൂപത്തിലാണ് തിരികെ വരുന്നതെന്ന് അറിയാൻ പാടില്ല. ഏതെല്ലാം കൂട്ടുകെട്ടിൽ അവർ അകപ്പെടുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തെല്ലാം സ്വഭാവ വൈകൃതങ്ങളിലേക്ക് അവർ പോകുന്നതെന്ന് അറിയാൻ പാടില്ല. ആ വിധത്തിന് ആരാധനയോടെ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നിർവീര്യത്തോടുള്ള പ്രാർത്ഥന തലമുറ കണ്ടുപിടിക്കണം. നിങ്ങളുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കുന്നത്, സ്കൂളിൽ പോകേണ്ടത്. എൻ്റെ അപ്പനൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ദീർഘായുസ്സാവാൻ അമ്മയും ബഹുമാനിക്കണമെന്ന് പറയുന്നത് പണം കൊടുക്കുന്നതിൽ മാത്രമല്ല, ജീവിതത്തിൽ സർവവും അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആയതുകൊണ്ട് ഇന്ന് നാം വിശുദ്ധ വേദത്തിലൂടെ മനസ്സിലാക്കുന്ന അമ്മ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, അവരുടെ മകൾക്ക് വേണ്ടി അന്വേഷിക്കുന്നത് പോലെ വരുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ നഷ്ടപ്പെട്ടു പോകാതെ നിക്ഷേപം വാങ്ങിക്കുവാൻ നല്ല സമ്പാദനമുള്ളവരായി മാതാപിതാക്കൾ ദൈവസന്നിധിയിലാകുവാൻ പ്രത്യേകമായി നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. അതിൻ്റെ പകുതി ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ബുധനാഴ്ച ആത്മഹത്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ വലിയ സംഭവം ഇനി വരുമ്പോഴെല്ലാം നമ്മൾ കാണുകയാണ്. ദൈവം മനുഷ്യനായി തീരുകയാണ്. നമുക്ക് വേണ്ടി, നമുക്ക് മുന്നിലായി ജീവിക്കുവാൻ വേണ്ടി, നമുക്ക് സാദൃശ്യമുള്ളവരായി തീരുവാൻ മനുഷ്യാവതാരം ചെയ്തു. അത് പരിശുദ്ധയായ കന്യകമറിയാമാണ് അതിന് സമ്മതമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതിനടുത്ത് നിൽക്കുകയുള്ളൂ. ദാസി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ മുഖാന്തരമായിരിക്കുന്നത്. മാസം 25-ാം തീയതിയാണ്. അതേത് ദിവസം വന്നാലും മുപ്പതാഴ്ച വന്നാലും അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നതിന് കാരണം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ പ്രതിനിധിയായി കന്യകമറിയാൻ ദൈവത്തോട് സമ്മതം അറിയിച്ച ആ ഭാഗ്യകരമായ ദിവസമാണ്. ആ ദിവസം ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. ആ രക്ഷാകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ, ജീവദായകമായ രക്ഷാനുഭവത്തിലേക്ക് കടത്തുവരുവാൻ, നല്ലതുപോലെ പ്രോത്സാഹിക്കുവാൻ, നല്ലതുപോലെ ദൈവസ്ഥാനത്തിന് അടുത്ത് വരുവാൻ ഈ വർഷത്തെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നഷ്ടപ്പെട്ടു പോകാതെ നിക്ഷേപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പിൻതലമുറയെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒതുക്കിയെടുക്കാം. ഈ പിൻതലമുറ അത് കണ്ട അനുഗ്രഹമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപ സമൃദ്ധിയായ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നു. ദൈവം